അപ്പോൾ ഇന്ന് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണമല്ലോ. ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പാത്രത്തിലോട്ട് ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത്, മൈദപ്പൊടിയല്ല. മൈദപ്പൊടി വല്ലപ്പോഴും ഒക്കെ മാത്രമേ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇനി നല്ലതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിന് തന്നെ കുഴച്ചെടുക്കാം. നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവ ഇടുന്നതുകൊണ്ട് ഒരു ക്രിസ്പിനെസ്സും കിട്ടും. പൂരി ഉണ്ടാക്കി വരുമ്പോൾ അതിന് നല്ലൊരു കളറും ബ്രൗണിഷ് കളറും കിട്ടും. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൈയൊന്നും പൊള്ളാത്ത പാകത്തിനുള്ള എണ്ണയാണ്. ഇങ്ങനെ എണ്ണ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ, ചൂടുള്ള എണ്ണ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ആ ചപ്പാത്തി റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചു. ആ ചപ്പാത്തി ആണെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കത്തില്ല. അപ്പം ദേ പാൻ അടുപ്പത്ത് വെച്ചു, പാനിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും പൂരി ഇട്ട് കൊടുത്തു. ഇച്ചിരി വലിയ പൂരിയാണ്, ചെറുതല്ല. അത് നല്ലതായിട്ട് കൊമളിച്ചൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പൂരി എണ്ണയ്ക്കകത്ത് കിടന്നാണ് സാധാരണ പൂരി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് എണ്ണ ഉപയോഗിക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ ബാലൻസ് വരുന്ന എണ്ണ പിന്നീട് ഒന്നിനും ഉപയോഗിക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് ആവശ്യത്തിന് ഇപ്പം പൂരി ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ മാത്രമേ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് കൊമളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കണ്ട നല്ല ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് പൂരിക്ക്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ, ഒരു സൈഡ് ഇനി ആകാൻ സമയമെടുക്കും. ഇന്ന് കുട്ടുവിന് ഭയങ്കര സന്തോഷമായിരിക്കും. വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ, മാസത്തിൽ ഒന്നൊക്കെ പൂരി ഉണ്ടാക്കത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ കൂടുതലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെയും കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്.